ബിഗ് ബോസ്. കാരണം ഒന്നുമല്ലാത്ത രജിത് കുമാറിനൊക്കെ രജിത് കുമാർ എന്താണ് എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തത്. കാരണം അതിന് മുമ്പേ 10-17 വർഷം കൊണ്ട് ചാനൽ ചർച്ചകളിലൊക്കെ ഞാൻ വരുന്നുണ്ട്. പക്ഷേ ഈ ചാനൽ ചർച്ചകളിൽ പലപ്പോഴും കുറേ പേര് തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് വന്നു വരും, അല്ലെങ്കിൽ പിന്നെ അവിടെ അടിയാവും. നമുക്ക് തന്നെ അറിയാം, ഒത്തിരി ചാനലുകളിൽ നമ്മൾ ഫൈറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള നന്മയുള്ള കുറേ ആൾക്കാരാണ് സ്നേഹിച്ചിരുന്നത്. ബാക്കി ഈ പലതും ഫുൾ സിംഗിൽ വരാത്തത് കൊണ്ട് നമ്മുടെ തലമുറ ജനങ്ങളെ കുറേ പേരെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നു. പക്ഷേ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ ഷോയിൽ വന്നതിന് ശേഷം ലോക മലയാളികൾക്ക്, നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് രജിത് കുമാർ എന്താണെന്നും പുള്ളി എന്താണ് പറയുന്നതെന്നും ഉള്ള വ്യക്തമായ കാഴ്ചപ്പാട് കിട്ടി. അതുകൊണ്ട് എനിക്ക് ബിഗ് ബോസ് ഷോയോട് നന്ദി മാത്രമേ ഉള്ളൂ. അത് അല്പം പോലും താഴോട്ട് പോകാനോ അതിൽ വെള്ളം ചേർക്കാനോ ഒരാളിനെ ഞാൻ സമ്മതിക്കില്ല. ശരിയല്ലേ? അങ്ങനെ വേണ്ടേ? തീർച്ചയായിട്ടും വേണം. അതിന് ആരൊക്കെ എന്നെ തെറി വിളിച്ചാലും ചെളിവാരി എറിഞ്ഞാലും ഞാനൊരിക്കലും എന്നെ സഹായിച്ചിട്ടുള്ള വ്യക്തികളെ, അല്ലെങ്കിൽ എനിക്കൊരു ഗുണം ലഭിച്ചിട്ടുള്ളൊരു വ്യക്തികളെ മോശമാക്കാൻ, മറ്റുള്ളവർ ചെയ്യാൻ, ഡീഗ്രേഡ് ചെയ്യാൻ ഞാൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ബിഗ് ബോസ് തുടങ്ങാൻ കാത്തിരിക്കുകയായിരുന്നു. തുടങ്ങി. ഈ സീസൺ കണ്ടു. ഞാൻ കാണാതിരിക്കത്തില്ല. പക്ഷേ ഞാൻ ലൈവ് കാണുന്നില്ല. കാരണം ലൈവ് കാണാൻ ഇപ്പം തന്നെ ഞാൻ ഒരു ഡബ്ബിംഗ് സ്റ്റുഡിയോയിൽ നിന്നാണ് വരുന്നത്. ഇപ്പം വേറെ കുറേ ചാരിറ്റി പരിപാടിയുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ മണ്ണെണ്ണയും അരിയും സാധനങ്ങളും ഒക്കെ വാങ്ങിക്കാൻ പോകണം. എൻ്റെ വീട്ടിലെ എല്ലാ പണിയും ഞാൻ തന്നെ ചെയ്യുന്ന ആറ്റിങ്ങിൽ. ഇപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ എറണാകുളത്തേക്ക് വന്നു, ഹോസ്റ്റലിലേക്ക് വന്നു. ഇനിയിപ്പോൾ അടുത്ത ദിവസം എനിക്ക് തമിഴ്നാട്ടിലോട്ട് പോകണം. അവിടെ ഒരു ചെറിയൊരു ഡിസ്കഷനുണ്ട്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ എനിക്ക് ലൈവ് പലപ്പോഴും കാണാൻ പറ്റില്ല. പക്ഷേ ഹോട്ട്സ്റ്റാറിലൂടെ ഞാൻ ഉറപ്പായിട്ട്, വീട്ടിലാണെങ്കിൽ TV കാണും, ഹോട്ട്സ്റ്റാറിലാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും എല്ലാ ദിവസത്തെയും 1-1.5 മണിക്കൂറുള്ള ബിഗ് ബോസ് പ്ലസ് കൂടെ കണ്ടിരിക്കും ഞാൻ. അധികം സെലിബ്രിറ്റികൾ ഇല്ലാത്തൊരു ബിഗ് ബോസ് അധികം സെലിബ്രിറ്റി എന്ന് വെച്ചാൽ എൻ്റെ സീസൺ വരുമ്പോഴും ഞാനതല്ലായിരുന്നു, ഞാനൊരു കോമണറായിരുന്നു. മീൻസ് സാധാരണ ആൾക്കാരല്ല. ഞാനിപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ രാത്രി 7 മണിക്ക് ശേഷം നോക്കിയാൽ തട്ടുകടയിലെ ഞാൻ കാണും. നമുക്കൊരു സെലിബ്രിറ്റി ഇല്ല. കാരണം നമ്മുടെ ജനങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാളാണ്. പക്ഷേ ഇതൊക്കെ ചില നിയോഗങ്ങൾ എന്ന് പറയുന്ന ഒരെണ്ണമാണ്. നിയോഗം, ഞാൻ വിശ്വസിക്കുന്ന ഒരെണ്ണമുണ്ട്. ഈ ദൈവാനുഗ്രഹം, നിയോഗം എന്നൊക്കെ പറയുന്ന, തലയിലെഴുത്തെന്നൊക്കെ പറയില്ലേ, നമുക്ക് ആ ഒരു ടൈം ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ്. ഇപ്പോൾ കുറേ പേര് എന്നെ തെറി വിളിക്കും, എന്നാലും ഞാൻ പറയും, നമ്മളെ നല്ല സമയത്ത് ജനിക്കുക എന്ന് പറയുന്ന ഒരു ഭയങ്കര ഫാക്ടർ തന്നെയാണ്. മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ ആ ടൈമിലുള്ള കുറേ അനുഭവങ്ങൾ ഞാൻ അനുഭവിച്ചു. ഒരുപക്ഷെ എൻ്റെ ആ ടൈമിൽ ജനിച്ചതുകൊണ്ടാവാം ഞാൻ കുറേ നാളിന് മുമ്പ് വരെയും ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുകയും, ചതിക്കപ്പെടുകയും, വഞ്ചിക്കപ്പെടുകയും, ദ്രോഹിക്കപ്പെടുകയും, ആത്മാർത്ഥവും സത്യസന്ധവുമായ സമൂഹത്തിൽ പലതും ചെയ്തിട്ടും, സാമൂഹ്യ പ്രതിബദ്ധതയോടെ പലതും ചെയ്തിട്ടും ഞാൻ ഒരുപാട് അനുഭവിച്ചതാണ്. ഓർമ്മയുണ്ടാവില്ല പഴയ ജീൻസിൻ്റെയൊക്കെ കാര്യം. 2011 ഞാൻ പറഞ്ഞതാണ്, കുട്ടികൾ ഇറുകിയ ജീൻസ്, ഇറുകിയ ടൈറ്റ് വസ്ത്രങ്ങൾ, അത് ഒരുപാട് കാരണങ്ങളിലൂടെയാണ് ഞാൻ പറഞ്ഞത്. എൻഡോസൾഫാൻ സ്പ്രേ ചെയ്ത സ്ഥലങ്ങളിൽ ഇപ്പോഴും ജനിക്കുന്ന കുട്ടികൾക്ക് വൈകല്യങ്ങളുണ്ട്. അപ്പോൾ ഭാവി തലമുറയെ നമ്മൾ നോക്കിക്കൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയോടെ പറയുമ്പോൾ അത് കുറേ പേർക്ക് ഇഷ്ടപ്പെടത്തില്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാനിത് കാണുന്നുണ്ട്, ഇതിനകത്തെ കാര്യങ്ങൾ വീക്ഷിക്കുന്നുണ്ട്. ഇതിനകത്ത് കുറേ പ്ലസ് പോയിൻറ്റുകൾ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. അതിനകത്ത് കുറച്ച് ഫേക്കുകൾ വരുമ്പം എനിക്ക് കഴിഞ്ഞ വർഷം വരെ ഞാൻ ആദ്യ സമയങ്ങളിലൊന്നും ഒന്നും പറഞ്ഞില്ലായിരുന്നു, അല്ലേ? 50 ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് അഖിൽമാരാരുടെ സീസണിൽ ഞാൻ പിന്നെയാണ് പറഞ്ഞത്. ഇപ്പം അങ്ങനെ വൈൽഡ് കാർഡായിട്ട് പോകുന്നുണ്ടോ എന്ന് ചോദിക്കും. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഒരു അവസരം കിട്ടുമായിരിക്കും. പക്ഷേ അങ്ങനെയല്ല. ഇത് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ, ഇപ്പോൾ ഏഷ്യാനെറ്റ്, ബിഗ് ബോസ്, എൻ്റെ മോൾ ഷൈനിന് ആരെ വേണമെങ്കിലും കയറ്റിവിടാം. അപ്പോൾ മോനെ വേണമെങ്കിലും കയറ്റിവിടാം, ഇങ്ങനെ വേണമെങ്കിലും കയറ്റിവിടാം, ആരെ വേണമെങ്കിലും കയറ്റിവിടാം. പക്ഷേ കയറ്റി വിടുമ്പോൾ അയാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമ്മളവിടെ ചെന്ന് അത് പൊളിച്ചടുക്കിയിട്ട് വരെ അല്ല ഷോ പൊളിച്ചടുക്കിയിട്ട് വരെ അല്ല വേണ്ടത്. നമ്മളെ കയറ്റി വിടുന്നത് ഒരു ഷോ വിജയിപ്പിക്കാൻ, അല്ലെങ്കിൽ അതിനകത്തുള്ള കണ്ടസ്റ്റൻസിനെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യാൻ, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വെച്ചിട്ടാണ്. അപ്പം ഈ സീസണിൽ അങ്ങനെ വേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എന്നെ മാത്രമല്ല കേട്ടോ, ഒരുപാട് പേരെക്കുറിച്ച് അവർ ചിന്തിക്കും. അതിൽ ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യും. ഇപ്പം ഒരു ഹോട്ടൽ തുടങ്ങിയാൽ ആ ഹോട്ടൽ പൊളിക്കാൻ നടക്കുന്നവനെ അവിടെ പൊറോട്ട ഉണ്ടാക്കാൻ കയറ്റി വിടുമോ? ഇല്ല. അപ്പം നന്നായി പൊറോട്ട അടിക്കാൻ കഴിവുള്ളവനെ ആ ഹോട്ടലിലോട്ട് ജോലിക്കായിട്ട് കയറ്റും. അപ്പോഴേ ആ ഹോട്ടൽ വിജയിക്കത്തുള്ളൂ. അപ്പോൾ എപ്പോൾ വിളിക്കോ ഇല്ലയോ, അതെങ്ങനെയും വിളിക്കാം കേട്ടോ. വൈൽഡ് കാർഡായിട്ട് വിളിക്കാം. അപ്പോൾ ഒരു പക്ഷേ ഒരു 4 വീക്ക് കഴിയുമ്പം ഒരു പക്ഷേ വൈൽഡ് കാർഡായിട്ട് ആരെ വേണമെങ്കിലും വിളിക്കാം. അല്ലെങ്കിൽ ഒരു 2 ആഴ്ച നിൽക്കാൻ വേണ്ടി വിളിക്കാം. അല്ലെങ്കിൽ ഒരു 5 ദിവസത്തേക്ക് ചലഞ്ചറായിട്ട് വിളിക്കാം. ഏത് ലെവലിൽ വേണമെങ്കിലും അവർക്ക് വിളിക്കാം. അത് ഒരു മാറ്റമൊന്നുമില്ല. അത് ഈ കഴിഞ്ഞ സീസൺ, 1ാമത്തെ സീസൺ തൊട്ട് ലാസ്റ്റ് സീസൺ വരെയുള്ള ആരെയും വിളിക്കാം. അവർ പ്രതീക്ഷയോടുകൂടിയാണ് വിളിക്കുന്നത്. പക്ഷെ അവിടെ ചെന്ന് സ്വഭാവം മാറിക്കഴിഞ്ഞാൽ അവർ വിഷമത്തിലായി പോകും.